ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ 30 ഡേയ്സ് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഇന്ന് ഡേ 8 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കെരാറ്റിൻ പാക്ക് ഒക്കെ ആയിരുന്നു മുടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കണ്ട മുടിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ബൗൺസി ആയിട്ട് കുറച്ച് ഡ്രൈനെസ് ഒക്കെ ഉണ്ട് മുടിക്ക്. അപ്പോൾ നമ്മളിപ്പോൾ മുടിയിൽ നന്നായിട്ട് ഓയിൽ തേച്ചിട്ടും ഒരാഴ്ച കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് മുടിയിൽ നന്നായിട്ട് തന്നെ ഓയിൽ തേച്ച് കൊടുക്കണം. ഓയിൽ തേച്ച് ചെറിയൊരു പാക്കൊക്കെ ചെയ്ത് നമുക്കിന്ന് ഷാമ്പൂ ഒക്കെ ഉപയോഗിച്ചിട്ട് മുടി കഴുകാം കേട്ടോ. ഷാമ്പൂ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരാഴ്ചയൊക്കെ ആയല്ലോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഓയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ എടുക്കുന്നത് അത് എടുക്കുക കേട്ടോ. ഞാൻ എൻ്റെ കരിഞ്ജീരക എണ്ണയാണ്. അപ്പോൾ ഡീപ്പ് ഹെയർ ഓയിലിംഗ് ചെയ്യുന്ന ദിവസം എത്രമാത്രം ഓയിൽ എടുക്കണം എന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. അത്യാവശ്യം നന്നായിട്ട് നമ്മുടെ മുടിയും സ്കാൽപ്പും നല്ല രീതിയിൽ മോയ്സ്ചർ ചെയ്യുന്ന അളവിൽ നിങ്ങൾ ഓയിൽ എടുക്കുക. ഞാൻ ഏകദേശം എപ്പോഴും പറയുന്ന പോലെ തന്നെ 4 സ്പൂൺ അളവിലൊക്കെ ഞാനിവിടെ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലിലേക്ക് ഞാനിനി അടുത്തായിട്ട് കുറച്ച് കാസ്റ്റർ ഓയിലും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മുടിക്ക് കാസ്റ്റർ ഓയിൽ സ്യൂട്ട് ആവുമെങ്കിൽ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ 4 സ്പൂൺ ഓയിലാണ് എടുക്കുന്നതെങ്കിൽ 1 സ്പൂൺ അളവിൽ നമ്മൾ കാസ്റ്റർ ഓയിൽ ചേർത്ത് കൊടുക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ 4ൽ 1 ഭാഗം മാത്രമേ നമ്മൾ കാസ്റ്റർ ഓയിൽ ചേർക്കാൻ പാടുള്ളൂ. കാസ്റ്റർ ഓയിൽ തിക്ക് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് കാസ്റ്റർ ഓയിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ മുടിയിലേക്ക് നമ്മൾ ഉപയോഗിക്കാത്തത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കാസ്റ്റർ ഓയിൽ മുടിക്ക് ചേരുന്നില്ല എന്നാണെങ്കിൽ കാസ്റ്റർ ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഓയിൽ മാത്രമായിട്ട് ചേർക്കാം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കാത്തത്. അപ്പോൾ ഇന്ന് നമുക്ക് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാം. ഹോട്ട് ഓയിൽ ചെയ്യണമെങ്കിൽ അറിയാലോ, ഓയിലൊന്ന് ചൂടാക്കി എടുക്കണം. ഡയറക്റ്റ് തീയിൽ വെച്ച് ചൂടാക്കരുത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അടുപ്പിൻ്റെ സൈഡിൽ വെച്ച് ചൂടാക്കാം. നമ്മൾ ഡബിൾ ബോയിലിംഗ് വഴി ചൂടാക്കാം, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ചൂടാക്കാം. അപ്പോൾ ഞാനിതൊന്ന് ചൂടുവെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാനിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അറിയാലോ, ഒരു ലൈറ്റ് ചൂട് നമ്മുടെ സ്കാൽപ്പിലേക്ക് പറ്റുന്ന ആ ഒരു ചൂടേ പറ്റുള്ളൂ. ഒരുപാട് ചൂടോടുകൂടി സ്കാൽപ്പിൽ ചെയ്യരുത്. പിന്നെ നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിനകത്തേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് ചേർക്കണം എന്നുണ്ടെങ്കിൽ ചൂടാക്കുന്നതിന് മുമ്പ് ചേർത്ത് കൊടുക്കരുത്. ചൂടാക്കി കഴിഞ്ഞിട്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ചേർക്കുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമുക്കിനി ഓയിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കെരാറ്റിൻ പാക്ക് ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കെരാറ്റിൻ പാക്ക് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നിങ്ങളുടെ റിസൾട്ട് എന്നുള്ളത് കമൻറ്റിലൂടെ പറയണം കേട്ടോ. ഇഷ്ടമായോ ഇഷ്ടമായില്ലേ എന്നുള്ളത് കമൻറ്റിലൂടെ പറയണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതും കൂടി പറയണം കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ പറയുന്ന മോശമല്ല, അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്തത് അത് ജെന്യുവനായിട്ട് നിങ്ങൾ എന്തായാലും പറയണം. പിന്നെ ഡീപ്പ് ഓയിലിംഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നന്നായിട്ട് സ്കാൽപ്പിൽ ഓയിൽ തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മുടിയിലും കൂടി തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഇത്രമാത്രം ഓയിൽ നമ്മുടെ സ്കാൽപ്പിലൊക്കെ തേക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ പിന്നെ ഡ്രൈ ആയിട്ട് വെള്ളപ്പൊടി പോലെയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ മുടിയിലും സ്കാൽപ്പിലൊക്കെ ഓയിൽ തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരാഴ്ചയായി എന്നുള്ളത്. എനിക്ക് തോന്നുന്നു നിങ്ങളിപ്പോൾ ഒരുവിധപ്പെട്ട പാക്കുകളെല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ മുടിക്ക് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ, മുടി കൊഴിച്ചിലൊക്കെ കുറഞ്ഞിട്ടുണ്ടോ, താരൻ്റെ പ്രശ്നം മാറിയോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഏതെങ്കിലും പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മുടിക്ക് പറ്റാതെ വന്നിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. പിന്നെ ഓയിൽ ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം. മുടിയിലും തേച്ച് കൊടുക്കാം കേട്ടോ. മുടിയിൽ തേക്കുന്നത് മസ്റ്റാണ്. കാരണം നമ്മൾ മുടിയിൽ അങ്ങനെ ഓയിൽ തേച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ പിന്നെ മുടിയുടെ അറ്റത്ത് മുടിയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കണം. കാരണം സ്പ്ലിറ്റൻസ്, മുടിയുടെ ഡ്രൈനെസ് ഒക്കെ ഒഴിവാക്കണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഇതുപോലെ തന്നെ ഹെയർ ഓയിൽ ചെയ്തിരിക്കണം. അപ്പോൾ നന്നായിട്ട് ഓയിലൊക്കെ തേച്ച് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുക്കുക കേട്ടോ. നല്ല ഇന്നിപ്പോൾ നൈറ്റ് ഹെയർ കെയർ ചെയ്യുന്ന സമയത്ത് വലിയ രീതിയിൽ മസാജിങ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഓയിൽ തേക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് മുടി കെട്ടിവെക്കാം. അപ്പോൾ നമ്മളിതാ മുടിയിൽ നന്നായിട്ട് ഓയിലൊക്കെ തേച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സമയം നമ്മുടെ മുടിയിൽ ആ ഓയിൽ അങ്ങനെ തന്നെ നിൽക്കട്ടെ. നന്നായിട്ട് ഇന്ന് ഡീപ്പ് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്തതല്ലേ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ പാക്ക് തയ്യാറാക്കാനുണ്ട് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ, മുടി കൊഴിച്ചിലും താരനും കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ്. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് പാക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മളിന്ന് ചെറിയുള്ളിയുടെ നീരാണ് കേട്ടോ മുടിയിൽ ഉപയോഗിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഞാൻ ഏകദേശം ഒരു 10-11 ഒക്കെ എടുത്തിട്ടുണ്ട്. ഏകദേശം കണക്കാണ് കേട്ടോ. ഞാൻ ചെറുതായതുകൊണ്ടാണ് ഇത്ര അളവിൽ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിപ്പമുള്ളതൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു 5-6 ഒക്കെ എടുത്താൽ മതിയാവും. പിന്നെ ചെറിയുള്ളിയാണ് ഏറ്റവും നല്ലത്. ചെറിയുള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെറിയുള്ളി മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് അളവിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുറഞ്ഞ അളവിൽ, ഞാനിത് ഏകദേശം ഒരു 2 സ്പൂൺ അളവിലൊക്കെ ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കുന്നുള്ളൂ. വെള്ളം ഒഴിക്കാതെ നീരെടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. പിന്നെ നീര് കിട്ടാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് വെള്ളം ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് കുറഞ്ഞ അളവിലേ ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് അത് മതി കേട്ടോ. കാരണം നമ്മൾ മുടിയിലൊന്നും തേച്ച് കൊടുക്കുന്നില്ല, സ്കാൽപ്പിൽ മാത്രമാണ് ഇത് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ മുടി കൂടുതലുള്ളവരാണെങ്കിലും കുറവുള്ളവരാണെങ്കിലും ഈ അളവിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കിയാൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ തന്നെ മുടി കൊഴിച്ചിലും താരനും കുറയ്ക്കാൻ ഏറ്റവും ബെസ്റ്റ് ആണിത്. അപ്പോൾ നമുക്കിത് സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് തണുപ്പൊക്കെ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഓയിൽ തേച്ചിട്ട് ഇത്ര സമയം വെക്കണം എന്നൊന്നും ഇല്ല കേട്ടോ. പിന്നെ തണുപ്പ് പ്രശ്നമില്ലാത്തവരാണെങ്കിൽ പാക്ക് തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് പിന്നെ എണ്ണ തേച്ചിട്ട് കുറച്ച് സമയം വെക്കുക.
ഞാൻ എപ്പോഴും പറയില്ലേ, നമ്മുടെ ചലഞ്ചിൽ ഏത് പാക്ക് ആണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും നിങ്ങളുടെ ആരോഗ്യം ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ പാക്ക് തേക്കാൻ വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു പിന്നെ പഞ്ഞി എടുത്തിട്ടുണ്ട്. പഞ്ഞിയൊക്കെ ഉപയോഗിച്ച് തേക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാനിത് എപ്പോഴും പറയുന്നതാണ്. അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചിട്ട് തേക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പാക്ക് നമുക്ക് മുടിയിൽ മാത്രം തേച്ചാൽ മതി. മുടിയിൽ തേക്കേണ്ട ആവശ്യമില്ല, സ്കാൽപ്പിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറഞ്ഞ അളവിൽ തന്നെ നമുക്ക് പാക്ക് മതി. സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ ഈ ഉള്ളിയുടെ നീര് തേക്കുന്ന സമയത്ത് നമ്മൾ ഇന്നിപ്പോൾ ഉള്ളിയിൽ വേറെ ഒരു ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും ചേർത്തില്ല. അല്ലെങ്കിൽ നമ്മൾ തൈര്, തേങ്ങാപ്പാലൊക്കെ നമ്മൾ ചേർക്കുന്നതാണ്. പിന്നെ നമ്മുടെ മുടിയിൽ സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് ഓയിൽ തേച്ച കാരണം പിന്നെ ഡയറക്റ്റായിട്ട് തേക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഓയിലൊന്നും തേക്കാതെ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പിലേക്കാണ് ഉള്ളിയുടെ നീര് തേക്കുന്നതെങ്കിൽ നമുക്ക് ചെറിയ നീറ്റലൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓയിൽ തേച്ചിട്ട് മാത്രം നിങ്ങൾ പിന്നെ ഉള്ളിയുടെ നീര് തേച്ച് കൊടുക്കുക. പിന്നെ ഉള്ളിയുടെ നീര് നമുക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് മുടി കൊഴിച്ചിലായാലും താരനായാലും കുറയ്ക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഉള്ളി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിയും പേരയിലയും ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ട് ഒറ്റ യൂസിൽ തന്നെ ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടി എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ആഴ്ചയിൽ ഒരു തവണ, ഇപ്പോൾ നമുക്ക് മുടി കൊഴിച്ചിലില്ലെങ്കിലും താരൻ്റെ പ്രശ്നം ഇല്ലെങ്കിലും ഈ ചെറിയ ഉള്ളി നമ്മുടെ പിന്നെ റുട്ടീനിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ചലഞ്ച് ആണെങ്കിലും നമ്മൾ ആ ഒരു റുട്ടീൻ ബേസിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ്, അപ്പോൾ അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിയുടെ പാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും നന്നായിട്ട് തന്നെ ഉള്ളിയുടെ നീര് തേച്ച് കൊടുക്കുക. നെറ്റികയറ പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് തേച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ മുടിയിലും എന്തായാലും നെറ്റിയിൽ മുടി വളരുമൊന്നുമില്ല, എങ്കിലും ഞാൻ തേച്ച് കൊടുക്കും, ഒരു പ്രതീക്ഷയാണ് കേട്ടോ. അപ്പോൾ നെറ്റിയിൽ മുടി ഉണ്ടായിട്ട് പൊഴിഞ്ഞു പോയവരാണെങ്കിൽ അവിടെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എന്തായാലും അവിടെ മുടി വളരും കേട്ടോ. അപ്പോൾ ഞാനിതാ പാക്ക് നന്നായിട്ട് സ്കാൽപ്പിൽ തേച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുടി കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. മുടി കെട്ടി വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ പാക്ക് തേച്ച് കഴിഞ്ഞിട്ട് ചെറിയൊരു മസാജിങ് കൊടുക്കുക കേട്ടോ. നമ്മുടെ ആ ഉള്ളിയുടെ നീര് സ്കാൽപ്പിൽ എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി ഒരു 10-15 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. എന്നിട്ട് നമുക്ക് കഴുകാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് നേരമാണ് കേട്ടോ പാക്ക് മുടിയിൽ വെച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ തണുപ്പ് പ്രശ്നമുള്ളവരാണെങ്കിൽ കുറഞ്ഞ സമയം വെച്ചാൽ മതി. ഉള്ളിനീരായതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മളിന്ന് മുടി കഴുകുന്നത് ഷാമ്പു ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഷാമ്പു നമ്മുടെ മുടിയിലേക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയിലുള്ള ഉള്ളിനീര് നമ്മൾ ജസ്റ്റ് 2-3 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് ഒന്ന് കഴുകി കളയുക. പിന്നെ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഉപയോഗിക്കുക കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് മുടിയിലേക്ക് ഉപയോഗിക്കാതെ ഒരു 1/2 കപ്പ് വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാമ്പു ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾ മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാമ്പു സെലക്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഷാമ്പു ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പും മുടിയും കഴുകിയെടുക്കാം. കാരണം നമ്മൾ ഇന്ന് ഡീപ്പ് ഹെയർ ഓയിലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഓയിൽ ഉണ്ടാവും. അപ്പോൾ ആ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആവുന്നവരെ നമ്മൾ നന്നായിട്ട് ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകിയെടുക്കുക. അങ്ങനെ ഷാമ്പു ഉപയോഗിച്ചിട്ട് മുടി കഴുകി കഴിഞ്ഞിട്ട് മുടിയിലുള്ള വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയാം കേട്ടോ. അപ്പോൾ നമ്മൾ കെമിക്കൽ ഷാമ്പു ഉപയോഗിക്കുമ്പോൾ കണ്ടീഷണർ ഉപയോഗിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാച്ചുറൽ കണ്ടീഷണർ ആണെങ്കിൽ ഉപയോഗിക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ ഇന്നിവിടെ കെമിക്കൽ കണ്ടീഷണർ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ കെമിക്കൽ കണ്ടീഷണർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ മുടിയുടെ മിഡ് ലെങ്ത് മുതൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മുടെ നാച്ചുറൽ കണ്ടീഷണർ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മുടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. ഒരു 2-3 മിനിറ്റ് നേരം അങ്ങനെ വെക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അല്ലെങ്കിൽ അപ്പോൾ തന്നെ കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. എനിക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നം വരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ നിൽക്കാറില്ല. തേച്ചിട്ട് അപ്പം തന്നെ ഞാൻ കഴുകി കളയാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ കണ്ടീഷണറും നമ്മുടെ മുടിയിൽ നിന്ന് പോകുന്ന ആ ഒരു സമയം വരെ നല്ല വൃത്തിയായിട്ട് തന്നെ മുടി കഴുകിയെടുക്കുക. അപ്പോൾ നമ്മുടെ ചലഞ്ചിൽ 9ാമത്തെ ദിവസം ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ നമ്മൾ മുടിയിൽ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മൾ പിന്നെ വീഡിയോ തുടങ്ങുമ്പോൾ ഞാൻ ഡേ 8 എന്നാണോ പറഞ്ഞതെന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഡേ 8 അല്ല, ഡേ 9 ആണ്. അപ്പോൾ ഡേ 9 നിങ്ങളുടെ മുടിയിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ദിവസം മുടി കഴുകി ഉണങ്ങി കഴിഞ്ഞിട്ട് നൈറ്റ് ഹെയർ കെയർ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്തായാലും കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടിക്ക് ഡ്രൈനസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഹെയർ സെറം ഉപയോഗിക്കുന്നവരാണെങ്കിൽ കുറച്ച് ഹെയർ സെറം എടുത്തിട്ട് മുടിയിൽ തേച്ച് ചെറിയൊരു മസാജിങ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾ കെട്ടി വെച്ചാൽ മതി. പിന്നെ ഡേ
പത്താമത്തെ ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. നിങ്ങൾ പിന്നെ ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്ക് വെറുതെ വെള്ളത്തിലൊന്നും മുടി കഴുകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പാക്കുകളും കാര്യങ്ങളും ഒന്നും ഉപയോഗിക്കരുത്. മോർണിംഗ് ഹെയർ കെയറും നൈറ്റ് ഹെയർ കെയറും നിങ്ങൾ കാര്യമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഞാൻ വിട്ടു പോയിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി. എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.